ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല. വിധിയുടെ താഴ്വര, താഴ്വരകളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിന്മേലിരിക്കുന്നു. താഴ്വരകളെ കടന്നു പോകേണ്ടി വരും, പർവ്വതങ്ങളെ കയറി അപ്പുറം പോകേണ്ടി വരും. ഈ വർഷം പർവ്വതത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, മല കയറുന്ന അനുഭവങ്ങളുണ്ട്, ക്ലേശഭൂയിഷ്ടമായ അനുഭവങ്ങളുണ്ട്, താഴ്വരകളുടെ അനുഭവങ്ങളുണ്ട്, അധപ്പതനത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. മലകളും താഴ്വരകളും കടന്നു പോകേണ്ടി വരും. ഒന്നാമത്തെ താഴ്വര സിദ്ദീം താഴ്വര, രണ്ടാമത്തെ താഴ്വര സോരക് താഴ്വര, മൂന്നാമത്തെ താഴ്വര ആഖോർ താഴ്വര, നാലാമത്തെ താഴ്വര ഏല താഴ്വര,
5-ാമത്തെ താഴ്വര കൂരിരുൾ താഴ്വര അല്ലെങ്കിൽ മരണനിഴൽ താഴ്വര. 6-ാമത്തെ താഴ്വര കണ്ണുനീർ താഴ്വര. 7-ാമത്തെ താഴ്വര വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഏതോ ഒരു വലിയ അനർത്ഥത്തിനു വേണ്ടി ഈ ഭൂമി ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു വലിയ ഭീകരമായ ആപത്തിനു വേണ്ടി ഈ ഭൂമി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരുവചനം പറയും, സഖരിയ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ പറയും, ഒലിവുമല 2ആയി പിളർന്നു പോകുമെന്നാണ്. 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത്. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങളെൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. വരാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ കാണുകയാണ്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവാചകൻ ദർശിക്കുകയാണ്. എന്താണ്? ഒരു വലിയ സംഭവം ഈ ഭൂമിയിൽ വരാൻ പോകുന്നു. വലിയ ചില ആപത്തുകളും അനർത്ഥങ്ങളും സംഭവിക്കാൻ പോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഭൂമിയിൽ ചില ചലനങ്ങളുണ്ടാകും. അവിടെ ഭൂകമ്പങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഭയങ്കരങ്ങളായ പ്രകൃതിക്ഷോഭങ്ങളും വലിയ വെള്ളപ്പൊക്കങ്ങളും കെടുതികളും വലിയ ഭൂകമ്പങ്ങളും വലിയ പ്രളയബാധകളും എല്ലാം സമൂഹത്തെ നാനാവിധമാക്കി നശിപ്പിച്ച് തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതഭൂമിയിൽ തന്നെ മഹാരാഷ്ട്രയിൽ ലത്തൂറിലും അങ്ങകലെ ഗുജറാത്തിലും ഭൂകമ്പങ്ങളുണ്ടായതും വലിയ ഭൂമി കുലുക്കങ്ങളുണ്ടായതും എത്രയെത്ര വൻ നഗരങ്ങളും വലിയ കെട്ടിടങ്ങളും നിലംപരിചായതുമെല്ലാം നാം നമ്മുടെ കൺമുമ്പാകെ കണ്ട വസ്തുതകളാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഭൂകമ്പത്തിൻ്റെ കെടുതികൾ സംഭവിച്ചത് അനേകം ആളുകൾക്ക് അനുഭവമായിട്ടുള്ളതാണ്. സഹോദരങ്ങളെ, പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും. നാം വായിക്കുന്നു, വലിയൊരു താഴ്വര. യേശുക്രിസ്തു 2ാമത് വരും. ആ 2ാമത്തെ വരവിൽ ആദ്യത്തെ ഘട്ടത്തിൽ അവിടുന്ന് മധ്യാകാശം വരെ വരും. മധ്യാകാശത്തിലെ ആ വരവ്, ആ സമയത്ത് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും വാങ്ങിപ്പോയി വിശ്രമിക്കുന്ന വിശുദ്ധന്മാരും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് വിശുദ്ധന്മാർ പുതുശരീരം പ്രാപിച്ച് വാനമേഘങ്ങളിൽ എടുക്കപ്പെടുകയും മധ്യാകാശത്തിൽ കർത്താവായ യേശുവിനെ എതിരേൽക്കുകയും ചെയ്യും എന്ന് ഈ തിരുവചനം പറയുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16 മുതൽ 18 വരെ വാക്യങ്ങൾ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് നാം ഇവിടെ വായിക്കുന്നു. യേശു വീണ്ടും വരും. എന്നാൽ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് മണവാട്ടി സഭയെ ചേർത്തതിന് ശേഷം വീണ്ടും 7 കൊല്ലം കഴിഞ്ഞ് യേശു അക്ഷരീയമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അന്നാളിൽ അവൻ്റെ കാല് യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല 2ആയി പിളർന്നു പോകും. വലിയൊരു താഴ്വരയുളവായി വരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നാം വായിക്കുന്നത്. സഖരിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യം. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. സഹോദരങ്ങളെ, ഏതോ ഒരു പത്രത്തിൽ വായിച്ചു, യെരൂശലേമിന് എതിരെയുള്ള ഒലിവുമലയുടെ അന്തർഭാഗത്തു നിന്ന് ഒരു വലിയ ഇരമ്പൽ കേൾക്കാമെന്ന്. മനുഷ്യർ അമ്പരപ്പിലായി. ഒരു മലയുടെ ഉള്ളിൽ നിന്ന് വലിയ ഇരമ്പൽ. ഒലിവുമലയുടെ പ്രാന്തപ്രദേശത്തു കൂടി കടന്നു പോകുന്ന ആളുകൾ ഇരമ്പൽ കേട്ട് പരിഭ്രാന്തരായി എന്ന്. വലിയ ഇരമ്പൽ, വലിയ ഒരാരവം, മലയുടെ ഉള്ളിൽ ഏതോ വലിയ ചലനങ്ങൾ. അത് കണ്ട് മനുഷ്യർ അമ്പരന്നു.
പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല. സഹോദരങ്ങളെ, എന്തെല്ലാമാണ് സംഭവിപ്പാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. യേശുക്രിസ്തുവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. അവിടുന്ന് വന്ന് വിധിയുടെ താഴ്വരയിൽ അവിടുന്ന് സിംഹാസനത്തിലിരിക്കും, ന്യായാസനത്തിലിരിക്കും. അതാണ് യോവേൽ പ്രവാചകൻ പറയുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല. അടുത്ത വാക്യം. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തൻ്റെ നാദം കേൾപ്പിക്കും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. ദൈവജനമേ, ഭീകരങ്ങളായ സംഭവങ്ങൾ വരാൻ പോകുന്നു. വിധിയുടെ താഴ്വര, അതിൽ ന്യായാധിപതിയായ ക്രിസ്തു ന്യായാസനത്തിലിരിക്കും. സകല ജാതികളെയും എൻ്റെ മുമ്പിൽ കൂട്ടും. എല്ലാവരും ഇതാ യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരേണ്ടി വരും. ഓർക്കൂ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഒടുവിലത്തെ വെള്ളസിംഹാസനത്തിൽ ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. സ്നേഹിതരെ, ഇന്ന് നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലായില്ലെങ്കിൽ, ഇന്ന് നമ്മുടെ പേര് നിത്യതയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ജീവൻ്റെ പുസ്തകത്തിലായില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. നാം നാശത്തിലേക്ക് പോകും, തീപ്പൊയ്യിലേക്ക് തള്ളപ്പെടും. ഇതെല്ലാം സമ്പൂർണ്ണ സത്യം. എത്രയോ പ്രവചനങ്ങൾ നടന്നു പ്രിയരെ, എത്രയെത്ര പ്രവചനങ്ങൾ നടന്നു. യേശുക്രിസ്തുവിൻ്റെ വരവിന് 1000 വർഷം മുൻപ് ദാവീദ് മുൻകൂട്ടി പറഞ്ഞു. 22-ാം സങ്കീർത്തനം 1-ാം വാക്യം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ക്രൂസിൽ കടന്ന് പറഞ്ഞ 4-ാമത്തെ വചനം 1000 വർഷം മുമ്പ് ദാവീദ് പ്രവചിച്ചതാണ്. യേശുക്രിസ്തുവിൻ്റെ വരവിന് 1100 വർഷം മുൻപ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ യേശുക്രിസ്തു ബേത്ലഹേമിൽ നിന്ന് വരുന്നു എന്ന് പ്രവചിച്ചു. നാം വായിക്കുന്നുണ്ട്, യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു, തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോകുകയാകുന്നു എന്ന് പറയുന്നതായി നാം വായിക്കുന്നു. ബേത്ലഹേമിലാണ് യേശു ജനിക്കുന്നത് എന്ന് 1100 വർഷം മുമ്പ് തിരുവചനം പ്രവചിച്ചു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 650 വർഷം മുൻപ് സഖരിയ പ്രവാചകൻ പ്രവചിച്ചു. സീയോൻ പുത്രീ, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടിയുടെ മേൽ കയറി വരുന്നു എന്ന്. യേശുവിൻ്റെ ഹോസന്ന യാത്രയെക്കുറിച്ച് സഖരിയ പ്രവാചകൻ പറഞ്ഞത് അക്ഷരികമായി നിറവേറി 650 വർഷം കഴിഞ്ഞ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് മീഖാ പ്രവാചകൻ പ്രവചിച്ചു. ബേത്ലഹേം ഫ്രാത്തേ, നീ യഹൂദ ശാസ്ത്രങ്ങൾ ചെറുതായിരുന്നാലും എൻ്റെ ജനത്തെ മേയ്പ്പാനുള്ള തലവനിൽ നിന്ന് പുറപ്പെട്ടു വരും. യേശു ജനിക്കുന്നത് ബേത്ലഹേമിലാണെന്ന് മീഖാ പ്രവാചകൻ പറഞ്ഞു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. കന്യകയുടെ പുത്രനായി ക്രിസ്തു ജനിക്കുമെന്ന് യെശയ്യാവ് മുൻകൂട്ടി കണ്ടു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മുൻകൂട്ടി ദർശിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം യേശുവിൻ്റെ പീഡാനുഭവത്തെയും ക്രൂശ് മരണത്തെയും മുൻകൂട്ടി പ്രവചിക്കുന്ന ഭാഗമാണ് നാം കാണുന്നത്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ പ്രവചിച്ചു. യേശുക്രിസ്തുവിനെ ശിഷ്യനായി യൂദാ ഒറ്റിക്കൊടുത്തത് 30 വെള്ളിക്കാശിനാണെന്ന് യേശുക്രിസ്തു ജനിക്കുന്നതിന് 650 കൊല്ലം മുമ്പ് സഖരിയ പ്രവാചകൻ മുൻകൂട്ടി കണ്ടു. സഖരിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി തന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിലിട്ട് കളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിൽ ഭണ്ഡാരത്തിലിട്ട് കളഞ്ഞു. 30 വെള്ളിക്കാശിന് യേശു വെച്ച് കൊടുക്കുമെന്ന് യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു. അക്ഷരികമായി നിറവേറി. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ ഒന്നൊന്നായി നിറവേറി വന്നു. പ്രിയപ്പെട്ടവരെ, ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും അക്ഷരികമായി നിറവേറുക തന്നെ ചെയ്യും. സകലമാന മനുഷ്യനും ആബാലവൃദ്ധം
ന്യായാസനത്തിന് മുമ്പാകെ ചെല്ലേണ്ടി വരും. ബാലൻ മുതൽ വൃദ്ധൻ വരെ അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും. പുസ്തകങ്ങൾ തുറക്കും. ജീവൻ്റെ പുസ്തകമെന്ന് മറ്റൊരു പുസ്തകവും തുറക്കും. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടാകും. മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടാകും. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അസന്നിഗ്ധമായി പ്രസ്താവിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ ഒടുവിലത്തെ ന്യായവിധിയെക്കുറിച്ച് നമുക്ക് കാണാം. സഹോദരങ്ങളെ, യേശു വീണ്ടും വരും. വിധിയുടെ താഴ്വര തുറക്കും. വിധിയുടെ താഴ്വരയിൽ ഇതാ നിത്യരാജാധിരാജനായി ക്രിസ്തു സിംഹാസനസ്ഥനായിരിക്കും. ഇന്ന് മുൾമുടിയേറ്റ് കടന്നുപോയവനാണ്, അവൻ രാജകിരീടം ചൂടി മടങ്ങി വരും. ഇന്ന് കന്നത്തടിയേറ്റ് കടന്നുപോയവനാണ്, അവൻ രാജാധിരാജാവായി അവൻ ചെങ്കോൽ വഹിക്കുന്നവനായി മടങ്ങി വരും. ഇന്ന് മുഖത്ത് തുപ്പിലേറ്റ് കടന്നുപോയവനാണ്, അവൻ ജാതികളെ ഭരിപ്പാനുള്ള മേയ്പ്പാനുള്ള തലവനായി അവൻ എഴുന്നള്ളി വരും. അവൻ രാജാധിരാജാവായി അവൻ ചക്രവർത്തികളുടെ ചക്രവർത്തിയായി അവൻ മടങ്ങി വരും. രാജാധിരാജൻ, നിത്യരാജാധിരാജൻ്റെ അരുമകുമാരൻ, അവൻ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വിധിയുടെ താഴ്വര. ഈ താഴ്വരയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നാം എന്തു ചെയ്യും? നിങ്ങളെങ്ങനെ നിൽക്കും? യഹസ്കേൽ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായി ഞാനത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ദൈവം നമ്മോട് കാര്യം തീർക്കുന്നൊരു നാളുണ്ട്. അവൻ വന്ന് കണക്ക് നോക്കുന്നൊരു നാളുണ്ട്. അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുന്നൊരു നാളുണ്ട്. കോരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം പറയും, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പായി വെളിപ്പെടേണ്ടതാകുന്നു. ഓരോരുത്തർക്ക് അടുത്തതായ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടാകുമെന്നാണ് തിരുവചനം പറയുന്നത്. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം പറയും, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ന്യായവിധിയുണ്ട്. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. കണക്ക് നോക്കുന്ന ഒരു നാളുണ്ട്. കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്. ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് റോമർ ലേഖനം 14:10 പറയും. ആകയാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് പറയേണ്ടി വരുമെന്ന് റോമർ 14:12 പറയും. പ്രിയപ്പെട്ടവരെ, ആർക്കും നീക്കുപോക്കില്ല. പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്, വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. ഓരോരുത്തരുടെ വാക്കും അന്ന് എല്ലാം തുറന്ന് പറഞ്ഞ് കേൾപ്പിക്കും. ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കും. ഓരോ വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം എന്ത് പറയുന്നു? മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓരോ വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവജനമേ, തീർന്നില്ല. ഓരോ ആലോചനയ്ക്കും കണക്ക് പറയേണ്ടി വരും. ബുദ്ധിയിൽ കൂടിപ്പോയ ചിന്ത, ചിലരോടുള്ള നീരസ ചിന്ത, ചിലരോടുള്ള വൈരാഗ്യ ചിന്ത, ചില അശുദ്ധ ചിന്ത, ചില മ്ലേച്ഛ ചിന്ത, ചില അഴുക്ക് വികാരങ്ങൾ, പുറത്ത് പറയാൻ ലജ്ജിക്കുന്ന ചില ചിന്തകൾ ഇന്ന് പുറത്ത് പറയുന്നില്ല, അന്ന് പരസ്യമായി വായിച്ച് കേൾപ്പിക്കും. ഹൃദയത്തിൽ ഇരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുമെന്ന് 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം പറയും. ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുമെന്ന്. സഹോദരങ്ങളെ, ന്യായവിധിയുണ്ട്, വിധിയുടെ താഴ്വരയുണ്ട്. ഇറ്റ് ഈസ് ദി വാലി ഓഫ് സെൻറ്റൻസ്. അത് ന്യായവിധിയുടെ താഴ്വരയാണ്. ഇറ്റ് ഈസ് ദ വാലി ഓഫ് ദ സീറ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ്. അത് ന്യായവിധിയുടെ സിംഹാസനത്തിൻ്റെ താഴ്വരയാണ്. ഇറ്റ് ഈസ് ദ വാലി ഓഫ് സെൻറ്റൻസ്. ഇറ്റ് ഈസ് ദ വാലി ഓഫ് സീറ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ്. അത് ന്യായവിധിയുടെ സിംഹാസനമുള്ള താഴ്വരയാണ്, വിധിയുടെ താഴ്വര. സഹോദരങ്ങളെ, അന്ന് ഓരോരുത്തരും കണക്ക് പറയുന്ന ദിവസം. നിങ്ങളെങ്ങനെ നിൽക്കും?
ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടുവോ? പാപങ്ങൾ കഴുകപ്പെട്ടുവോ? സ്ലേറ്റിലെഴുതിയതെല്ലാം മായ്ച്ചു കളയുന്നത് പോലെ, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞു ഓർക്കുന്നില്ലേ? സ്ലേറ്റിലെഴുതിയതെല്ലാം മായ്ച്ചു കളയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് എഴുതി വെച്ച പാപങ്ങളെല്ലാം മാഞ്ഞുപോയി എന്നുള്ള ഉറപ്പ് സമ്പാദിച്ചോ? എന്തൊരു ഭാഗ്യമാണെന്നോ! സ്തോത്രം! എന്തൊരു ഭാഗ്യമാണെന്നോ! ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അങ്ങ് മായ്ച്ചു കളഞ്ഞുവെന്ന്, ആ പുണ്യരക്തത്താൽ എല്ലാം മായ്ച്ചു കളഞ്ഞുവെന്ന്. ദൈവത്തിന് സ്തോത്രം! യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ സകല പാപങ്ങളും മാഞ്ഞുപോയി എന്നുള്ള ഉറപ്പ്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നു. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ കാണുന്നു. തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ്. ഈ തിരുരക്തമെന്ന് കേൾക്കുമ്പോൾ പിശാചിന് നല്ല അലർജിയാണ്, അവന് പേടിയാണ്, അവന് ഇഷ്ടമല്ല, വാക്ക് കേൾക്കുന്നതേ ദേഷ്യമാണ്. തിരുരക്തമെന്ന് കേൾക്കുമ്പോൾ അവന് വലിയ അരിശമാണ്, പിശാചിന് അരിശമാണ്. കാരണം ആ തിരുരക്തത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുന്നിൽ, തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയുടെ മുന്നിൽ പിശാചിന് നിൽക്കാൻ ഒക്കുകയില്ല. അവൻ വെറുളി പൂണ്ട് ഓടേണ്ടി വരും. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്ര ദൈവവൈദ്യരെ നീ ഇവിടെ വെച്ച് സമ്പാദിക്കണം. നിൻ്റെ നെറ്റിയിൽ ആ തിരുരക്തത്തിൻ്റെ മുദ്ര നീ അണിയണം. ആ തിരുരക്തം നിന്നെ കഴുകി എന്നുള്ള ഉറപ്പ് നീ പ്രാപിക്കണം. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം മായിക്കപ്പെട്ടവനായി. മകനെ, നീ പാപം ചെയ്യാഞ്ഞിട്ടല്ല, മകളെ, നിനക്ക് പാപം വരാഞ്ഞിട്ടല്ല, വന്നുപോയ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് കഴുകി ശുദ്ധീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി എന്നുള്ള ഉറപ്പിൽ ജീവിച്ച് തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചാൽ അതത്രേ മഹാഭാഗ്യം. അതാണ് ധന്യമായ അനുഭവം, അതാണ് സ്വർഗീയമായ കൃപ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ പാപം കഴുകിയെന്ന്? എല്ലാം കഴുകപ്പെട്ടുവെന്ന്. ചിന്തകൾ കഴുകി, ഉപബോധ മനസ്സ് കഴുകി തന്നു, ബോധമനസ്സ് കഴുകി തന്നു, അബോധതലങ്ങളും കഴുകി തന്നു. കർത്താവേ, ഹൃദയം നീ കഴുകി തന്നു. ഹൃദയത്തിലെ ഈർഷ്യ നീ കഴുകി തന്നു. ഹൃദയത്തിലെ മുഷിച്ചിൽ നീ കഴുകി തന്നു. ഹൃദയത്തിലുള്ള വൈരാഗ്യം നീ കഴുകി തന്നു. ഹൃദയത്തിലെ അസൂയ നീ കഴുകി തന്നു. ഹൃദയത്തിലുള്ള സ്ഥാനമോഹം നീ കഴുകി തന്നു. ഹൃദയത്തിലെ ദ്രവ്യാഗ്രഹം നീ കഴുകി തന്നു. ഹൃദയത്തിലെ സ്വാർത്ഥത നീ കഴുകി തന്നു. ഹൃദയത്തിലെ അഹങ്കാരം നീ കഴുകി തന്നു. ഹൃദയത്തിലെ കപടഭക്തി നീ കഴുകി തന്നു. എൻ്റെ കർത്താവേ, എൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം നിൻ്റെ തിരുരക്തത്താൽ നീ കഴുകിയല്ലോ. ഈ ഉറപ്പ് ദൈവജനമേ നിങ്ങൾ സമ്പാദിക്കുന്നുവോ? ഇന്ന് ഉറപ്പ് നിങ്ങൾക്ക് വേണമോ? നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ കാണുക. ആ ക്രൂസിലെ സ്നേഹത്തെ നിങ്ങൾ കാണുക. ക്രൂസിലേക്ക് നിങ്ങൾ നോക്കുക. ആ ക്രൂസിലെ നിത്യോജ്വലമായ സ്നേഹത്തെ നിങ്ങൾ വിശ്വസിക്കുക. നാഥാ, എണ്ണിയാൽ തീരാത്ത പാപങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നു പോയത്. എൻ്റെ പ്രവൃത്തികളിൽ പാപം വന്നു, എൻ്റെ വാക്കുകളിൽ പാപം വന്നു, എൻ്റെ പെരുമാറ്റത്തിൽ പാപം വന്നു, എൻ്റെ ചിന്തകളിൽ പാപം വന്നു. എൻ്റെ ദൈവമേ, എൻ്റെ സ്വഭാവത്തിൽ പാപം വന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനോഭാവത്തിൽ പാപം വന്നു. എൻ്റെ ദൈവമേ, എൻ്റെ പാപക്കറകൾ കഴുകാനല്ലോ നീ കുറ്റമില്ലാത്ത രക്തം കുരിശിൽ ചിന്തിയത്. ഞാനത് വിശ്വസിക്കുന്നു. എന്നോട് നീ മനസ്സറിയണമേ. എന്നെ നീ ഒന്ന് കഴുകണമേ. നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ നീ പാപം ഉള്ളവനായി എന്നെ പാപം ഇല്ലാത്തവനെ പോലെ നീ നിർത്തണമേ. എൻ്റെ പാപക്കറകളെല്ലാം കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അൻപുള്ള പിതാവേ, സ്വർഗീയനാഥ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വിധിയുടെ താഴ്വരയിൽ ഞങ്ങൾ ലജ്ജിതരായി നിൽക്കാതിരിപ്പാൻ, വിധിയുടെ താഴ്വരയിൽ ഞങ്ങൾ പരിഭ്രാന്തരായി നിൽക്കാതിരിപ്പാൻ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പാപക്കറകൾ കഴുകുന്ന തിരുരക്തം ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇനി വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ടവരുടെ മേൽ തിരുരക്തം തളിക്കണമേ. തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ പാപത്തിന്റെയും പിശാചിന്റെയും ശാപങ്ങളുടെയും എല്ലാ കരിനിഴലുകളും മാറണമേ. എല്ലാവരെയും പാപത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. എല്ലാവരെയും ശത്രുവായ പൈശാചികന്റെ ബന്ധനത്തിൽ നിന്ന് വിടർത്തണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ.